ഞാനുമായി വളരെ സ്നേഹവും ബന്ധവും സാഹോദര്യവും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹവും ഞങ്ങൾ തമ്മിൽ വെച്ചു പുലർത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങൾ ഒരേ സ്നേഹമാണ്. മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒരേ സ്നേഹമാണ്. അസാധ്യമായി ഒന്നുമുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിക്ക്. ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ദാസനായി പ്രവർത്തിച്ച നേതാവ്. മലയാളികളുടെ മാത്രമല്ല ആഗോള ഭരണാധികാരികളുടെയും മനസ്സ് കീഴടക്കിയ പ്രിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഓർമ്മിക്കുന്നു. അത്രമേൽ സൗമ്യനായിരുന്നു പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞ്. അടുത്തിടപഴകിയവർക്കെല്ലാം മരണമില്ലാത്ത ഓർമ്മകൾ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഡയറക്ടർ, നോർക്ക വൈസ് ചെയർമാൻ, സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് പ്രത്യേക ക്ഷണിതാവ് എന്നീ നിലകളിൽ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന MA യൂസഫ് അലിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിബദ്ധതയുടെ നേർസാക്ഷ്യമാണ്. നാടിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങളെപ്പറ്റിയാണ് ഓരോ കൂടിക്കാഴ്ചയിലും ഉമ്മൻചാണ്ടി സംസാരിക്കാറുള്ളതെന്ന് MA യൂസഫ് അലി ഓർമ്മിക്കുന്നു. എത്ര തിരക്കിലും സാധാരണക്കാരന്റെ വ്യാകുലതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിച്ചു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ VSനും മുൻ MP AA ഷാനവാസ് MA യൂസഫ് അലിക്കുമൊപ്പം വേദിയിലിരിക്കുകയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ഒരാൾ സഹായം അഭ്യർത്ഥിച്ചെത്തി. വേദിയിലെ തിരക്കിലും ഒരു പേപ്പർ എടുത്ത് സ്വന്തം കൈപ്പടയിൽ നിവേദനം എഴുതി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് കൈമാറി. ജനങ്ങളോടുള്ള കരുതലിന്റെ അടയാളമായാണ് ഈ പ്രവൃത്തിയെ MA യൂസഫ് അലി ഓർമ്മിക്കുന്നത്. നാടിന്റെ കുതിപ്പിന് നെടുന്തൂണാകുന്ന പദ്ധതികൾ നടപ്പാക്കണമെന്ന അതിയായ നിശ്ചയദാർഢ്യമാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നതെന്ന് അനുഭവങ്ങൾ സാക്ഷിയാക്കി MA യൂസഫ് അലി ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനങ്ങൾ നിർണായകമായിരുന്നുവെന്ന് MA യൂസഫ് അലി ഓർമ്മിക്കുന്നു. പദ്ധതി പൂർത്തീകരണത്തിനായി UAE സന്ദർശിച്ചപ്പോൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി ഉമ്മൻചാണ്ടി നടത്തിയ കൂടിക്കാഴ്ച പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച MA യൂസഫ് അലി വ്യക്തമാക്കി. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദുബായ് ഭരണാധികാരിക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും വലിയ നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറന്നുവെന്നും MA യൂസഫ് അലി ഓർമ്മിച്ചു. വികസന നയങ്ങൾക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ എളിമയും സൗമ്യതയും ഏറെ അതിശയിപ്പിച്ചിട്ടുണ്ടെന്ന് MA യൂസഫ് അലി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയായിരിക്കെ ബഹ്റിൻ സന്ദർശന വേളയിൽ ഉമ്മൻചാണ്ടിയുടെ എളിമ ഏറെ അതിശയത്തോടെയാണ് ബഹ്റിൻ രാജാവ് നോക്കിക്കണ്ടത്. "You are a leader, simple and humble" എന്നായിരുന്നു ബഹ്റിൻ ഭരണാധികാരിയുടെ വിശേഷണമെന്ന് MA യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ വലിയൊരു ഭരണാധികാരി എന്നോട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. യുവർ ചീഫ് മിനിസ്റ്റർ ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി ഹംബിൾ പേഴ്സൺ. KSU പ്രസിഡന്റായിരിക്കെ നാട്ടികയിലെത്തിയ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണ് MA യൂസഫ് അലി സൂക്ഷിച്ചിരുന്നത്. നിര്യാണ സമയത്ത് ലണ്ടനിലായിരുന്നതിനാൽ പിന്നീട് നാട്ടിലെത്തിയപ്പോൾ ഖബറിടത്തിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പുതുപ്പള്ളി എറിഗാട് സ്കൂളിന് സ്വന്തമായ സ്കൂൾ ബസ് എന്ന ഉമ്മൻചാണ്ടിയുടെ ബാക്കിയായിരുന്ന ആഗ്രഹവും അന്ന് യാഥാർത്ഥ്യമാക്കിയിരുന്നു. വിശ്രമമില്ലാതെ ജനസേവകന്റെ ഈ ഒരു ശൂന്യത നികത്താനാവാത്തതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് MA യൂസഫ് അലി.